ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബീന മത്തായി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരി അരച്ച് നല്ല സോഫ്റ്റായുള്ള പാലപ്പം നമുക്കുണ്ടാക്കാം. അതിനായുള്ള ആദ്യത്തെ സ്റ്റെപ്പ് അരി കുതിർക്കാൻ വെക്കുക. 240 ml കപ്പിൽ 2 കപ്പ് അരി നന്നായി കഴുകി വെള്ളമൊഴിച്ച് കുറഞ്ഞത് 4 മണിക്കൂർ കുതിർക്കാൻ വെക്കുക. ഇനി സ്റ്റെപ്പ് നമ്പർ 2, നമുക്ക് ഈസ്റ്റ് പൊങ്ങാൻ വയ്ക്കാം. അരി അരയ്ക്കാൻ തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുമ്പ് 1 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കി 10 മിനിറ്റ് അടച്ചു വെക്കുക. ഞാനിവിടെ വെള്ളം ചൂടാക്കിയത് മൈക്രോവേവിൽ 30 സെക്കൻഡാണ്. വെള്ളം കൂടുതൽ ചൂടാണെങ്കിൽ ഈസ്റ്റ് ചത്തുപോകും, പൊങ്ങില്ല. അതുകൊണ്ട് ഇളം ചൂടുവെള്ളം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്ക് കാണാം ഈസ്റ്റ് നന്നായി പൊങ്ങി വന്നിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഈസ്റ്റ് നല്ലതല്ല എന്നാണ്. ഇനി സ്റ്റെപ്പ് നമ്പർ 3, അരി അരയ്ക്കുക. മിക്സിയുടെ വലിയ ജാറിൽ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരി അരച്ചെടുക്കുന്നത്. അരി അരയ്ക്കുമ്പോൾ നമുക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ കൂടി വേണം, ഷ്രെഡഡ് കോക്കനട്ട്. 2 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങ എന്ന കണക്കിനാണ് നമ്മൾ തേങ്ങ എടുക്കേണ്ടത്. നമ്മൾ എല്ലാ കപ്പും യൂസ് ചെയ്യുന്നത് നമ്മൾ അരി അളന്ന അതേ ആ കപ്പ് വേണം എല്ലാ അളവിനും നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലെടുത്ത പകുതി അരിയിലേക്ക് പകുതി തേങ്ങയും പകുതി ഈസ്റ്റിൻ്റെ വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. വെള്ളം അരിയുടെ താഴെ നിൽക്കണം, അത് വളരെ ശ്രദ്ധിക്കണേ. ഒത്തിരി വെള്ളം ആയി പോകരുത്, നമ്മുടെ മാവ് നീണ്ടുപോകും. അരിയുടെ ജസ്റ്റ് താഴെ ആയിരിക്കണം വെള്ളത്തിൻ്റെ അളവ് നിൽക്കേണ്ടത്. ഇനി നമുക്ക് 2 പ്രാവശ്യമായി ഈ അരി അരച്ചെടുക്കാം. ഇപ്പോൾ 2 പ്രാവശ്യമായി അരച്ചെടുത്ത മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി സ്റ്റെപ്പ് നമ്പർ 4, അരച്ച മാവിൽ നിന്ന് 1/2 കപ്പ് മാവ് എടുത്ത് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് മീഡിയം തീയിൽ നന്നായി ഇളക്കി കപ്പി കാച്ചിയെടുക്കാം. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് കപ്പി കാച്ചുക എന്നത്. ഇത് നമ്മൾ കൈ എടുക്കാതെ ഇളക്കണം, നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ ഇതുപോലെ കുറുകി വരുന്നത് കാണാം. അപ്പോൾ നമുക്ക് തീ ചെറുതായി ഒന്ന് കുറച്ച് ബിറ്റ്വീൻ ലോ ആൻഡ് മീഡിയം ആ ലെവലിൽ നമുക്ക് തീ വെച്ചിട്ട് നന്നായി ഇളക്കി ഈ മാവിനെ കുറുക്കിയെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ പാനിൽ നിന്ന് നന്നായി ഇളകി വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ മാവ് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ കുറുക്കിയെടുത്ത അല്ലെങ്കിൽ കപ്പി കാച്ചിയെടുത്ത ഈ മാവിനെ നന്നായിട്ട് ആറാൻ അല്ലെങ്കിൽ തണുക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു 5 അല്ല 10 മിനിറ്റിനകം ഇത് നന്നായി തണുത്ത് കിട്ടും. തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് മാവിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിനെ നമുക്ക് കൈ ഉപയോഗിച്ചോ ഒരു വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ കുറച്ച് മാവെടുത്ത് ഈ കപ്പി കാച്ചിയതും ചേർത്ത് നന്നായി അടിച്ചെടുത്തിട്ട് വീണ്ടും ഈ മാവിലേക്ക് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിനെ ഒരു പാത്രം കൊണ്ട് അടച്ച് ചൂടുള്ള സ്ഥലത്ത് വെക്കാം. പാത്രത്തിൻ്റെ അടപ്പ് ഇച്ചിരി ഒന്ന് ഒരു വിടവുണ്ടായിരിക്കണം, ടൈറ്റായിട്ട് അടച്ചു വെക്കരുത്. നമ്മുടെ ഓവനകത്ത് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഏത് ഭാഗത്താണോ ചൂടുള്ളത് അവിടെ നമുക്ക് ഈ മാവ് വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉള്ള മാവിൻ്റെ സ്ഥിതിയാണിത്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല ഫെർമെൻറ്റേഷൻ നടന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പം ഉണ്ടാക്കാം. ഇല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണി ചെയ്യാനുണ്ടെങ്കിൽ അതും ചെയ്തിട്ട് നമുക്ക് ഈ 3-4 മണിക്കൂറിനകം അപ്പം ഉണ്ടാക്കാം. പക്ഷേ മാവ് പിന്നെയും പൊങ്ങി വരും, അപ്പോൾ അത് വെളിയിൽ പോകാതെ സൂക്ഷിക്കണം. അപ്പം ഉണ്ടാക്കുന്നതിന് മുൻപ് ഇതിലേക്ക് 1 അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് പാലപ്പം ഉണ്ടാക്കാനുള്ള ചട്ടി ചൂടാക്കാം. ചട്ടി നന്നായി ചൂടായി കഴിയുമ്പോൾ തീ ലോ ലെവലിലേക്ക് കുറയ്ക്കുക. എന്നിട്ട് നമുക്ക് 1 തവി മാവ് ഒഴിച്ച് നന്നായി ചുറ്റി ഇതുപോലെ വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് കിഴുത്ത വരുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. 1 മിനിറ്റ് കൊണ്ട് കിഴുത്തകളെല്ലാം വരും. എന്നിട്ട് അടപ്പ് വെച്ച് അടച്ച് 1 മിനിറ്റും കൂടെ നമുക്ക് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയുള്ള പാലപ്പം റെഡിയാകും. ഇതാ നോക്കിക്ക്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വെളുത്ത പാലപ്പം നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് ഏതെങ്കിലും കറികളുടെ കൂടെ നമുക്ക്
ഭക്ഷിക്കാവുന്നതാണ്. വളരെ രുചികരമായ ഈ സോഫ്റ്റായി ഉണ്ടാക്കാവുന്ന പാലപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയണേ. എല്ലാവരും സന്തോഷമായിരിക്കുക, സുഖമായിരിക്കുക. ഇനി അടുത്തൊരു വീഡിയോയുമായി നമ്മൾ കാണുന്നത് വരെ എല്ലാവരും സേഫായിരിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.